സ്മൃതി പരുത്തിക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മഹാരാഷ്ട്രയിൽ ചേർത്തത് 70 ലക്ഷം വോട്ടുകളെന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യയോളം വോട്ടർമാർ 5 മാസം കൊണ്ട് പട്ടികയിൽ ഇടം പിടിക്കുകയായിരുന്നു. ഒരു കെട്ടിടത്തിൽ മാത്രം 7000 വോട്ടർമാർ. പുതുതായി ചേർത്തവരെല്ലാം BJP ജയിച്ച മണ്ഡലങ്ങളിലാണ്. ആരൊക്കെയാണ് ആ പുതിയ വോട്ടർമാർ? രേഖ തരൂ, വിശദാംശങ്ങൾ തരൂവെന്ന് പാർലമെന്റിലിരുന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിനെതിരെ അന്നേ ആരോപണങ്ങൾ ഉയർന്നതാണ്. പൊരുത്തക്കേടുകളില്ല എന്നും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കില്ല എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ തള്ളിക്കളഞ്ഞു. 2 നാളുകൾക്കപ്പുറം രാജ്യ തലസ്ഥാനം വിധിയെഴുതാൻ പോകുന്നു. അവിടെയും ഉയർന്നിട്ടുണ്ട് പരാതികൾ, ആക്ഷേപങ്ങൾ. യമുനാ നദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് അതിവേഗം നോട്ടീസ് അയച്ചു. എന്നാൽ തങ്ങളുടെ പരാതികൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ചോദ്യം ഇതാണ്: അട്ടിമറി ആശങ്കയോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, എ റഹീം MP CPM-ൽ നിന്നും, ഷാജി രാഘവൻ BJP-യിൽ നിന്നും, അരുൺ AR ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസും ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മോഹൻ വർഗീസിലേക്ക് പോകുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണല്ലോ. അവസാന തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കേജ്രിവാൾ പറഞ്ഞത് കേട്ടല്ലോ. 10% വോട്ടിലെങ്കിലും തിരിമറി നടക്കാൻ സാധ്യതയുണ്ട്. ആ ആശങ്ക ആം ആദ്മി പാർട്ടി ഇടയ്ക്കിടെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ, BJP-യുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിക്കുകയാണ്. അത് പണമൊടുക്കുന്ന കാര്യമായാലും പ്രചാരണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളായാലും അതിലൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല. മറിച്ച് അപ്പുറത്ത് യമുനാ നദിയുമായി ബന്ധപ്പെട്ട് യമുനാ നദി വിഷലിപ്തമാക്കി എന്ന കേജ്രിവാളിന്റെ പ്രയോഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിവേഗം വടിയെടുത്തു എന്നുള്ളതാണ്. സ്മൃതി, രാജ്യത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ ഇന്ന് ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ച സമയമായിരുന്നു. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ കത്തിക്കയറിയ പ്രസംഗം, ഭരണപക്ഷത്തെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ 70 ലക്ഷത്തോളം വോട്ടുകളാണ് പുതിയതായി ആഡ് ചെയ്തത് കേവലം 5 മാസത്തിനുള്ളിൽ. അങ്ങനെ അത് ഹിമാചൽ പ്രദേശിൻ്റെ ജനസംഖ്യയോളം വരും എന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഡൽഹിയിൽ പാർലമെൻറ്റിനുള്ളിൽ. മറുവശത്ത് അരവിന്ദ് കെജ്രിവാൾ ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ്. 10% വോട്ടുകളിൽ വരെ തിരിമറി പ്രതീക്ഷിക്കുന്നു. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന ഒരു നറേറ്റീവ് അത് കേജ്രിവാളും പറയുകയാണ്. ഇവിടെ വിശ്വാസ്യത, ഇലക്ഷൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് പാർലമെൻറ്റും നിയമസഭയൊക്കെ. അപ്പം ജനാധിപത്യ പ്രക്രിയയായ ഇലക്ഷൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ ഇലക്ഷൻ കമ്മീഷണർ, അപ്പോൾ രാജീവ് കുമാറിനെതിരെ പോലും പരാതി വരികയാണ്. അദ്ദേഹത്തിന്, കേജ്രിവാൾ പറയുന്നത്, അദ്ദേഹത്തിന് ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഗവർണർ പദവിയോ മറ്റെന്തെങ്കിലും പദവികളോ ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഭരണപക്ഷവുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയ മനഃപൂർവ്വമായി അട്ടിമറിക്കപ്പെടുന്നു. ഇത് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്. അപ്പം ഡൽഹി തെരഞ്ഞെടുപ്പിൽ സ്റ്റേക്സ് വെരി ഹൈ സ്മൃതി. ഇവിടെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ്. മധ്യവർഗത്തെ കോൺഫിഡൻസിലെടുക്കുന്ന ഒരു ബഡ്ജറ്റ്, അതായത് ഒരു 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന്, വ്യക്തിഗത വരുമാനത്തിന് നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള റാഡിക്കൽ ഒരു തീരുമാനമാണ് ബഡ്ജറ്റിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. അത് പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് മുഴുവൻ ബാധകമാക്കുകയാണെങ്കിലും അതിൻ്റെ ഇമ്മീഡിയറ്റ് മെഷർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അതിൻ്റെ ഫലം അളക്കാൻ പോകുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിലാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി പറയുകയും ചെയ്തു, ഇത് ഡൽഹി ജനതയ്ക്കുള്ള ഗിഫ്റ്റാണ്, മധ്യവർഗത്തിന് ലഭിച്ച ഈ ആനുകൂല്യമെന്ന് പ്രത്യേകം പറഞ്ഞു. അത് ഒരു കാര്യം. തെരഞ്ഞെടുപ്പിന് 20 ദിവസം മുൻപ് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു തരത്തിൽ അവിടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന കാര്യമല്ലേ? കേന്ദ്രമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും വാക്കിന് മൂർച്ചയുണ്ടാകുന്നത്. മറുവശത്ത് സമൃദ്ധമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കണ്ടു. കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ യമുനാ നദിയും അതിൻ്റെ മലിനീകരണവും അത് ഹരിയാന ഗവൺമെൻറ്റാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, നറേറ്റീവ് കൊണ്ടുവരുന്നു. അതിന് തെളിവുകൾ ഹാജരാക്കാൻ കേജ്രിവാളിന് കഴിയുന്നതുമില്ല. അപ്പം കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിൻ്റെ ഒരു വലിയ തോതിൽ കേജ്രിവാളിൻ്റെ രാഷ്ട്രീയമായ ഒരു പ്രസക്തി ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം നൗ ഓർ നെവർ കേജ്രിവാൾ പൂർണ്ണമായി വിസ്മൃതിയിലാണ്ട് പോകും ഈ ഇലക്ഷൻ ജയിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഞാൻ അതിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു.
പിന്നെ ഞാൻ കേജ്രിവാളില്ല. ഒരു ഉപചോദ്യം ചോദിച്ചിരുന്നു ഡോക്ടർ മോഹൻ വർഗീസ്. അതായത് തെരഞ്ഞെടുപ്പിന് 20 ദിവസം മുമ്പ് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് BJP കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള ഡൽഹിയിൽ മാത്രം 4 ലക്ഷത്തോളം പേർക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതും ഇപ്പോൾ ആദായ നികുതി ഇളവും രണ്ടും കൂടെ ചേരുമ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്തണം? ഇതെല്ലാം തരത്തിലും ജനത്തെ പിടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഇന്നിപ്പോൾ അമിത്ഷായുടെ പ്രസംഗവും കേട്ടല്ലോ. അപ്പുറത്ത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ശുചിമുറികൾ ശരിയാക്കി കൊടുത്തതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ BJP അതിനെ വോട്ടാക്കാനുള്ള പ്രതീക്ഷ വയ്ക്കുന്നത്. ഡെഡ്ലി കോമ്പിനേഷൻ സ്മൃതി. അതായത് 8ാം ശമ്പള കമ്മീഷൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഡൽഹിയിലെ മധ്യവർഗം, പ്രത്യേകിച്ച് ഗവൺമെൻറ് ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരാൻ പോകുന്ന ബെനിഫിറ്റ് ഒരു വശത്തെ, ഓൾറെഡി ബഡ്ജറ്റിലൂടെ ലഭിച്ച ബെനിഫിറ്റ് മറുവശത്ത്, അതോടൊപ്പം തന്നെയാണ് ട്വിൻ ബെനിഫിറ്റ്സ്, ശൗചാലയങ്ങൾ, 10,000-കണക്കിന് ശൗചാലയങ്ങളും അതോടൊപ്പം തന്നെ രാമക്ഷേത്രവും ഒരുപോലെ നിർമ്മിക്കാൻ ആർജവം കാട്ടിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈഭവത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കത്തിക്കയറുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ആവനാഴിയിൽ ആവശ്യത്തിന് അസ്ത്രങ്ങളുണ്ട് പ്രതിപക്ഷം എന്ന നിലയിൽ. ഭരണപക്ഷത്തെ കേജ്രിവാൾ ഈസ് ഓൺ എ ഡിഫെൻസീവ്. ആ ഡിഫെൻസീവിലാകാനുള്ള കാരണം അദ്ദേഹത്തിന് ആകെ കൈമുതലായി ഉള്ളത് ഒരു ട്രാക്ക് റെക്കോർഡ് മാത്രമാണ്. പറഞ്ഞത് പ്രവർത്തിച്ചു കാണിച്ചു എന്ന ട്രാക്ക് റെക്കോർഡാണ് കേജ്രിവാളിനുള്ള. ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ ആൻഡ് ലാഭകരമായ രീതിയിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റുകളും ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു 12 വർഷം, കേജ്രിവാളിൻ്റെ ഒരു കഴിഞ്ഞ 12 വർഷം, അതാണ് പിൻബലം. അതേസമയം കേജ്രിവാളിൻ്റെ മേലുണ്ടായിരുന്ന കവച കുണ്ഡലം, അഴിമതി വിരുദ്ധതയുടെ കവചങ്ങൾ, അത് അഴിഞ്ഞു വീണിരിക്കുന്നു. ഡൽഹി മദ്യനയ കേസിൽ അത് പൂർണ്ണമായും അഴിഞ്ഞു വീണില്ല എങ്കിൽ പോലും സംശയത്തിൻ്റെ മുൾമുനയിലായിട്ടുണ്ട്. കേജ്രിവാൾ കുറ്റാരോപിതനാണ്, കുറ്റവാളി എന്ന് പറയാനാവില്ല, കുറ്റാരോപിതനാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡിഫെൻസീവിൽ പോകേണ്ട, ആദ്യമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഡിഫെൻസീവിലാകേണ്ടി വരുന്നത്. അപ്പോൾ BJPക്ക് ഒഫെൻസീവിലാകാൻ സാധിക്കും. ഇത് രണ്ടിടത്തും ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടി ഇതിനിടയിൽ നിന്നുകൊണ്ട് പ്രസക്തി വീണ്ടെടുക്കാൻ ഉള്ള ശ്രമമാണ്. ഒരു 7 നിയോജക മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ നിയോജക മണ്ഡലങ്ങൾ 70-ലുണ്ട് ഡൽഹിയിൽ. അവിടെയെങ്കിലും പഴയ ദളിത് ആൻഡ് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഇൻടാക്റ്റായി സംരക്ഷിക്കുക വഴി ഡൽഹിയിലെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബേസ് ഒരു പരിധി വരെയെങ്കിലും തിരിച്ചെടുത്ത് പ്രസൻസ് കഴിഞ്ഞ 2 നിയമസഭയിലും പ്രസൻസ്, സാന്നിധ്യം പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നു. അതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ് എന്ന് പറയാനുള്ള കാരണം. ഉറപ്പായിട്ടും. അരുൺ AR, നിങ്ങളെ സംബന്ധിച്ച് ഈ അവസാന ദിവസമാകുമ്പോഴേക്കും, കൊട്ടിക്കലാശമാകുമ്പോഴേക്കും ആത്മവിശ്വാസത്തിൽ അല്പം കുറവ് സംഭവിക്കുന്നുണ്ടോ? അതാണോ ഇന്നത്തെ കേജ്രിവാളിന്റെ പ്രസംഗത്തിൽ നിന്നും കാണാനാകുന്നത്? ഈ 10% വോട്ടിൽ തിരിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് എന്തുകൊണ്ടാണ് കേജ്രിവാൾ എത്തുന്നത്? ഇനി അപ്പുറത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന പരാതികളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിലെടുത്തിട്ടില്ല. അപ്പുറത്ത് കേജ്രിവാളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ കൃത്യമായ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അവിശ്വസിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലായി പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാം പ്രതികൂല സാഹചര്യമാണോ നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിക്ക്? തീർച്ചയായും ശ്രുതി, തീർച്ചയായും. കാരണം ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ഞങ്ങൾ ഡൽഹി ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഡൽഹിയുടെ മുക്കിലും മൂലയിലും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ 3 തവണയായി അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാരിൽ നിന്നും പ്രവർത്തനങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും, വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് കാഴ്ചവെക്കാൻ സാധിച്ചു. അതിൽ ജനം പൂർണ്ണ തൃപ്തരാണ്. ഡൽഹി ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. അത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആണ് എല്ലായിടത്തും ചെന്നിരുമ്പോൾ നമുക്ക് ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഡൽഹിയുടെ മുക്കിലും മൂലയിൽ നിന്ന് കിട്ടുന്നത്. ഇത്രയേറെ BJP സർക്കാർ ആം ആദ്മി പാർട്ടിയെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതെല്ലാം സത്യസന്ധതയുടെ മുന്നിൽ മുന്നോട്ട് വരുമെന്ന കാണിച്ചു തന്ന കുറെ ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിക്കൊണ്ട്. പക്ഷേ നിങ്ങളെ തുണച്ചിരുന്ന വോട്ടർമാരെയാണ് ഈ ആദായ നികുതി ഇളവിലൂടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP നോട്ടമിടുന്നത്. BJP അത് കൃത്യമായി പറയുക പോലും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ബജറ്റ് ഡൽഹിക്കുള്ള സമ്മാനമാണ് എന്ന പത്രപരസ്യം നൽകിയിരിക്കുന്നു BJP. അപ്പോൾ അത് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി അതിൽ വിശദമായ കാര്യങ്ങൾ പറയുന്നു. പത്രപരസ്യത്തിൽ ഈ ജലജീവൻ മിഷൻ, ചെലവ് കുറയ്ക്കുന്ന ഭവന പദ്ധതി, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ പത്രപരസ്യം നൽകിയിരിക്കുന്നത്.
തീർച്ചയായും ഇതെല്ലാം ഒരു ജിമിക്കാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഡൽഹി, അതായത് BJP പോലുള്ള ഇത്രയും വലിയൊരു പാർട്ടി, ആം ആദ്മി പോലെ വളരെ ചെറിയൊരു പാർട്ടി ഡൽഹി ഭരിക്കുന്നു. 10-15 വർഷമായി അതിന് ശ്രമിക്കുന്നു, BJPക്ക് കഴിയുന്നില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് BJPക്ക്. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ഒരു വെറും ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ കാണിക്കുന്ന വെറും ജിമിക്കുകൾ മാത്രമാണ് ഇത്തരം ഈ ഒരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇത്രയും വർഷം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? ഇത്രയും വർഷം BJP സർക്കാർ എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല? ഇപ്പോൾ ഈ ഇലക്ഷൻ സംബന്ധിച്ച് അത് കൃത്യമായി 31 ഡേറ്റുകളിൽ കൃത്യമായി ഈ ബജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള തികച്ചും ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പലതരത്തിലുള്ള അടിച്ചമർത്തലുകളും ആം ആദ്മി പാർട്ടിക്ക് മേൽ അവർ ഉണ്ടാക്കി. EDയെ കൊണ്ട് കള്ള കേസുകൾ കൊടുപ്പിച്ചു. ED ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇലക്ഷൻ കമ്മീഷന്റെ റെയ്ഡുകൾ, BJP ഇത്രയും BJPക്ക് പല ക്യാമ്പയിൻ സെന്ററുകൾ ഉള്ളപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന്റെ റെയ്ഡും അതോടനുബന്ധിച്ച് നാടകീയ രംഗങ്ങളും ഡൽഹിയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. BJP പ്രവർത്തകർ ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ വാഹനങ്ങൾ തകർക്കുന്ന ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ക്യാമ്പയിൻ വന്നവർക്ക് ഭയമാണ്. ആം ആദ്മി പാർട്ടിയുടെ ഷോൾ ധരിച്ച് ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ BJPക്കാർ നമ്മളെ നോക്കി ഭയപ്പെടുന്ന രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായി. പോലീസ് കേസുകൾ ഉണ്ടായി, അറസ്റ്റുകൾ ഉണ്ടായി. BJPക്ക് ഡൽഹി പിടിക്കണമെന്നൊരു അതിയായ ആഗ്രഹം. ഈ BJPയുടെ ദുർഭരണം ജനങ്ങൾക്ക് കൃത്യമായ ബോധം ജനങ്ങൾക്കുണ്ട്. ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായ ബോധമുണ്ട്. BJP ദുർഭരണമാണ് കാണിക്കുന്നതും അഴിമതിയാണ് കാണിക്കുന്നതും. ധാരാളം പണം സമ്പാദിക്കുക, ഇലക്ഷൻ കഴിയുമ്പോൾ MLA മാരെ വിലക്കിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് BJP ചെയ്യുന്ന ധാരാളം മോശ പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പോലും നിങ്ങളുടെ MLA മാർ രാജിവെച്ചല്ലോ. തീർച്ചയായും ഈ MLA മാർ രാജിവെച്ചതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു ഇത്ര MLA മാരെ BJP ഹൈജാക്ക് ചെയ്തപ്പെട്ടിരുന്നു എന്ന്. അവരെ വിലപേശി, അവരെ ഭീഷണിപ്പെടുത്തി BJP ഭാഗത്തേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയില്ല എന്നാണോ? തീർച്ചയായും അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ MLA മാർക്ക് ഇപ്രാവശ്യം ടിക്കറ്റ് കൊടുക്കാതിരുന്നത്. MLA മാരെ കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു ആം ആദ്മി സർക്കാർ ഡൽഹിയിലുണ്ട്. അവർ കൃത്യമായി വിലയിരുത്തിയിരുന്നു. അവരുടെ സ്ഥിതി എന്താകുമെന്ന് വിലയിരുത്തിയിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുമാണ് അവർക്ക് ഇത്തവണ ടിക്കറ്റ് കൊടുക്കാതിരുന്നത്. അതിന് ടിക്കറ്റ് കൊടുക്കാതിരുന്ന ഈ അവസാന നിമിഷം വരെ അവർ വെയിറ്റ് ചെയ്തതും അവർ അവസാന നിമിഷം രാജിവെച്ചതും BJPയിൽ പോയതും എല്ലാം ഒരു ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചത് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് പറയാനാണ്. അത് ഫലം വന്ന ഘട്ടത്തിൽ ആവർത്തിച്ച് കോൺഗ്രസ് പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. 70 ലക്ഷം വോട്ടർമാരെ കൂടുതലായി ചേർത്തു എന്ന് പറയുന്നു. അവർ ഒറ്റ കെട്ടിടത്തിൽ ലക്ഷങ്ങളോളം ആളുകൾ ഒരുമിച്ച് താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ തന്നെയും അസ്വാഭാവികത എന്ന് അന്ന് തന്നെ കോൺഗ്രസ് പരാതി നൽകിയിട്ടും അതിന് എന്ത് തെളിവ് എന്നുള്ളതാണ് മറിച്ച് ഇങ്ങോട്ടുള്ള ചോദ്യമായി വരുന്നത്. നിങ്ങൾ തെളിവ് കൊണ്ട് വന്നിട്ട് ആരോപണം ഉന്നയിക്കൂ എന്നാണ് ആവർത്തിച്ച് ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഒരു അട്ടിമറി സാഹചര്യം കോൺഗ്രസ് കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എന്ത് സംഭവിക്കുമെന്നാണ്. അവിടെ കോൺഗ്രസിന് സാധ്യതയില്ല എന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയാം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോൽക്കട്ടെ, BJP വന്നാലും ആം ആദ്മി പാർട്ടി തോൽക്കട്ടെ എന്ന ഒരു തോന്നലാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളത്? അങ്ങനെ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ നിന്നും നേരത്തെ കോൺഗ്രസിനെ തുടച്ചു നീക്കി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കി മത്സരം കോൺഗ്രസും BJPയും തമ്മിലാക്കണം അടുത്ത തവണ. അതിനുള്ള തന്ത്രമാണോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്? സ്മൃതി, കോൺഗ്രസിന് വേണ്ടി മറുപടി പറയാൻ ഞാനല്ല. എന്നാലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സ്മൃതി ആദ്യം ചോദിച്ചത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് തെളിവ് എന്നാണ്. ഇപ്പോൾ ഷിർദിയിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 7000 വോട്ട് ചേർത്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിന് ഉപോത്ബലകമായി സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും, ഈ നവംബർ 20 മഹാരാഷ്ട്രയിലെ പോളിംഗ് പൂർത്തിയായി വൈകിട്ട് 6 മണിക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ പോളിംഗ് ശതമാനം പുറത്തുവിട്ടു. അതേതാണ്ട് 58%. ഏതാണ്ട് 5,64,00,000 വോട്ടുകൾ. അന്ന് രാത്രി 11:45 ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് 65% വോട്ട്. പിറ്റേ ദിവസം അവരത് കൺക്ലൂഡ് ചെയ്തു. ആകെ പോൾ ചെയ്യപ്പെട്ടത് 66% വോട്ടാണ്. അഥവാ 6,40,00,000 വോട്ടുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ഈ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറഞ്ഞ് മാറ്റം വന്നത് ഏതാണ്ട് 7%-അടുത്ത് 76 ലക്ഷം വോട്ടുകളാണ്. എപ്പോഴും ഈ പോളിംഗ് ശതമാനത്തിൽ ചെറിയ വ്യത്യാസം വരുന്നത്, കുറേ ആളുകൾ പോളിംഗ് ബൂത്തിൽ ഉണ്ടാവും, അവർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ
എത്തുമ്പോൾ അതുകൂടി വർദ്ധിക്കും. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രത്തിൽ അത് ഒരു ഘട്ടത്തിൽ പോലും ഒരു 2% അപ്പുറത്ത് പോയ ചരിത്രമില്ല. എന്നാൽ മഹാരാഷ്ട്രയിൽ അത് 8% അടുത്ത് വന്നു, 76 ലക്ഷം വോട്ടുകൾ വന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നീതിയുക്തമായി നിഷ്പക്ഷമായി നടപ്പാക്കേണ്ട, ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്തൊരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഉറപ്പാക്കേണ്ട ഏജൻസിയാണല്ലോ. അതും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ വന്നു. എന്താണ്? ഒരു ഭാഗത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, മറുഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇതിനിടയിൽ ഒരു മീഡിയേറ്റർ എന്ന നിലക്ക് ഇതിൻ്റെ ഒരു നിഷ്പക്ഷത ഉറപ്പാക്കാൻ സുപ്രീം കോടതി CGI ഉൾപ്പെടുത്തണമെന്ന് കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. ഇവരെന്താ ചെയ്തത്? ഇവർ ആ നിയമ ഭേദഗതി അട്ടിമറിച്ചു. ഇനി സ്മൃതി, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഹരിയാനയിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വോട്ടർ പട്ടിക, പോളിംഗ് ബൂത്തുകളിൽ അതേപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേസുകൾ പോയി. ഡൽഹിയിൽ നിന്ന് മഹമ്മൂദ് പ്രാച്ച എന്ന് പറയുന്നൊരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ച് കോടതി അത് വിട്ടുകൊടുക്കണം എന്ന ഡയറക്ഷൻ വരുന്നൊരു ഘട്ടത്തിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വളരെ പെട്ടെന്ന് ആരോരും അറിയാതെ ഭേദഗതി ചെയ്ത് ഇത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലേക്കാണ് കൊണ്ടുവരണം. അപ്പോൾ ഇവരെന്തും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ കൃത്യമാണ്. ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നാൽ എൻ്റെ ഒരു പരിമിതി സ്മൃതി മനസ്സിലാക്കണം എങ്കിൽ ഞാൻ അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ അമിത്ഷായുടെ ഒരു പ്രസംഗം കേട്ടു. വീണ്ടും ഈ രാമക്ഷേത്രമൊക്കെ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ മോദി തരംഗം ആഞ്ഞടിച്ച 2014 മോദി തരംഗം രൂപപ്പെടുന്നത് ആ വർഷമാണല്ലോ. അതിനുശേഷം 2015 ഡൽഹി ഇതേ വോട്ടർമാർ വോട്ട് ചെയ്തു. 2014 മോദിക്ക് എല്ലാ സീറ്റുകളിലും വിജയം കൊടുത്തവർ നിയമസഭയിൽ വന്നപ്പോൾ അവിടെ ആം ആദ്മിയാണ് തെരഞ്ഞെടുത്തത്. അതിനേക്കാൾ ശക്തമായി മോദി തരംഗം ആഞ്ഞടിച്ച 2019, തൊട്ടു പിന്നാലെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ അന്നും ആം ആദ്മിക്ക് വിജയം ഉണ്ടായി. ഇപ്പോൾ ഇത്തവണ ഒരു വ്യത്യസ്തമായ സാഹചര്യം ഞങ്ങളുടെ പാർട്ടി കാണുന്നത്, ഇവിടെ മോഹൻ തോമസ് സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക മേഖലകളിൽ കോൺഗ്രസ് സജീവമായ മത്സരം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ മത്സരം നടക്കുന്നത് നിശ്ചയമായും ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഓളുണ്ടാക്കാനും ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും BJP ആരും പഠിക്കണ്ടല്ലോ. ഇപ്പൊ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു. 176 പ്രസംഗങ്ങൾ നടത്തി സ്മൃതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ പ്രസംഗവും ആരംഭിച്ചത് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന്റെ ഫലം പുറത്തു വന്ന അന്ന് വൈകിട്ട് BJPയുടെ ഡൽഹി ആസ്ഥാനത്ത് നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ആ പ്രസംഗത്തിന്റെ വീഡിയോ പിന്നെ സ്മൃതി ഒന്ന് ശ്രദ്ധിക്കണം. ആ പ്രസംഗം തുടങ്ങുന്നത് ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടല്ല, ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒറീസയിൽ ചെറിയൊരു വിജയം കിട്ടി, രാമക്ഷേത്രം ഉണ്ടാക്കി അയോധ്യയിൽ തോറ്റു, വാരാണസിയിൽ മുക്കി മൂളിയാണ് BJP വിജയിച്ചത്, ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ BJP മെല്ലെ വിഴുങ്ങിക്കോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ BJPയുടെ ഈ മോദി കാർഡും ഈ പറഞ്ഞു പഴകിയ മുദ്രാവാക്യങ്ങളും അവിടെ ഏശാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സുതാര്യത ഉറപ്പാക്കാൻ, ലോകത്തിന് തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഉറപ്പാക്കാനുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനത്തെ ഞങ്ങളുടെ പാർട്ടി വളരെ പോസിറ്റീവായി കാണുന്നു. രാഹുൽ ഗാന്ധിയുടെ ആ നിലപാടിന് ഞങ്ങൾ സമ്പൂർണ്ണമായി പിന്തുണയും നൽകുന്നു. ശരി, ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ലഭിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണ BJPക്കുണ്ട് എന്നതാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ആവർത്തിച്ച് പറയുന്നത്. ഇന്നിപ്പോൾ ഈ കൊട്ടിക്കലാശ സമയത്ത് കേജ്രിവാളിന്റെ പ്രസംഗം അദ്ദേഹം പറയുന്നത്, ഡൽഹിയിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മെഷീൻ വഴി 10% വോട്ടുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാൻ BJPക്ക് കഴിയുമെന്ന് സോഴ്സസിൽ നിന്നും ഞാൻ മനസ്സിലാക്കി എന്ന്. അദ്ദേഹത്തിന് അതിൽ കൃത്യമായ സൂചന ലഭിച്ചു എന്ന്. ഇനി പ്രചാരണ ഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ വോട്ടപ്പട്ടികയിൽ നിന്നും BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റി. 10,000-കണക്കിന് BJP വോട്ടുകൾ MP-മാരുടെ വാസസ്ഥലങ്ങളുടെ പേരിലടക്കം ചേർത്തിരിക്കുന്നു. ആവർത്തിച്ച് ഇതിൽ പരാതി നൽകിയിട്ടുണ്ട് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയില്ല. അതേസമയം കേജ്രിവാൾ യമുന വിഷലിപ്തമാക്കി എന്ന് പറഞ്ഞു നടത്തിയ പ്രസംഗത്തിൽ കേജ്രിവാളിനോട് വിശദീകരണം തേടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണ BJPക്കുണ്ട്. വോട്ടപ്പട്ടികയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കാനിരിക്കുന്നു എന്ന ആശങ്ക ആം ആദ്മി പാർട്ടി ഇവിടെ പ്രകടിപ്പിക്കുന്നു. എന്ന് പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രസംഗം താങ്കളും കേട്ടിരിക്കുമല്ലോ. എന്താണ് താങ്കൾക്കിതിൽ പറയാനുള്ളത്? നമ്മുടെ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം ഇപ്പോൾ അവസാനിച്ചു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് നാളായി ഇന്ത്യ മുന്നണി നേതൃത്വം അതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഒക്കെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് പരാജയം നേരിടുമ്പോൾ
അവരൊന്നുകിൽ വോട്ടിംഗ് മെഷീനെ പറ്റിയിട്ടുള്ള പരാതി പറയും. അതാണ് കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നത്. പക്ഷേ ഈ പ്രവണത കോൺഗ്രസ് ചില സംസ്ഥാനങ്ങളിൽ വിജയിക്കുന്നുണ്ട്. അന്ന് ഇവർക്ക് ഈ വോട്ടിംഗ് മെഷീനെ പറ്റി യാതൊരു പരാതിയില്ല. ഇപ്പോൾ കർണാടകത്തിൽ അവർ വിജയിച്ചു. കർണാടകയിൽ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീൻ ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടിംഗ് മെഷീൻ തന്നെയാണല്ലോ. ഹിമാചൽ പ്രദേശിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചു, തെലങ്കാന ജയിച്ചു, തമിഴ്നാട്ടിൽ, എന്തിനീ കേരളത്തിൽ പോലും ജയിച്ചില്ലേ? അവർ ജയിക്കുന്നില്ലേ? 10-18 MP അവർക്കുണ്ടായില്ലേ? തൃശ്ശൂർ മാത്രം വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വോട്ടിംഗ് മെഷീൻ മാറ്റിയതാണെന്ന് പറയും. ബാക്കി മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം പഠിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി കാര്യം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരെല്ലാ എല്ലാ കാലത്തും എടുക്കുന്ന ഒരു സമീപനം എന്നതിനപ്പുറം ഇതിനകത്ത് യാതൊന്നുമില്ല. ഇത് മാത്രമല്ല സ്മൃതി, ഇപ്പോഴവർ ഉന്നയിക്കുന്ന ഒരു പുതിയ ആരോപണമാണ്. എന്താണ്? ഇവിടെ ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം BJP നേടുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വോട്ടർമാരെ ചേർത്തു എന്നുള്ളത് പുതിയ ആരോപണം. അത് പുതിയ ആരോപണമാണ്. ഈ ആരോപണം അന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോഴാണ് പാർലമെന്റിൽ നടപടി ഉണ്ടായില്ല, പ്രതിപക്ഷത്തെ കേട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. അതാണ് ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം നിശബ്ദമായവർ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ആ വിഷയം വീണ്ടും ഉന്നയിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകവിഷയമാണെന്നുള്ള വാദം ഇപ്പോൾ അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വാദം. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. സാർ, ഇവിടെ ഒരു കോടതിയില്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ പോയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയ ഒരു ജനാധിപത്യ സംവിധാനവും നിയമ സംവിധാനവും അല്ലയോ നമ്മുടെ രാജ്യത്തുള്ളത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉന്നയിച്ച ഈ ബജറ്റ് ഡൽഹിക്കുള്ള സമ്മാനമാണ് എന്ന പത്രപരസ്യം നൽകാൻ എങ്ങനെ BJPക്ക് സാധിക്കുന്നു ശ്രീ ഷാജി രാഘവൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ തരത്തിലുള്ള ആരോപണത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാൻ നിയമത്തിന്റെ അടിസ്ഥാനമുള്ള വ്യവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അപ്പോ പറയുന്നത് നിങ്ങൾ കോടതിയിലേക്ക് പൊക്കോളൂ, നിങ്ങൾ പോയി കേസ് കൊടുക്കൂ, ഇതാണോ പറയുന്നത് BJP? അല്ല ഇലക്ഷൻ താങ്കൾ ഉദ്ദേശിച്ച ശമ്പള കമ്മീഷനെ ആണ് ഞാൻ ചർച്ചയെ പങ്കെടുക്കുന്നത്. വളരെ ലേറ്റ് ആയിട്ടാണ്, തുടക്കത്തിൽ പറയാനും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഈ ബജറ്റ് ഡൽഹിക്കുള്ള സമ്മാനമാണ് ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല, ഈ ബജറ്റ് ഡൽഹിക്കുള്ള സമ്മാനമാണെന്ന് BJP പത്രപരസ്യം നൽകി. അല്ല, ബജറ്റ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുള്ള സമ്മാനമാണ്, ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള സമ്മാനമാണ്. തെരഞ്ഞെടുപ്പിന് 3 ദിവസം ഉള്ളപ്പോൾ അങ്ങനെ അല്ല, ഡൽഹി സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും പാടില്ല, ബജറ്റിൽ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡൽഹി എന്ന് പറയാതെ ഈ ആദായ നികുതി ഇളവ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ മധ്യവർഗത്തെ കയ്യിലെടുക്കാൻ ആ തീരുമാനമുണ്ടായി. അത് മധ്യവർഗത്തിന് അഥവാ മനസ്സിലാവാതെ പോയാലോ എന്ന് ആലോചിച്ചിട്ടാകാം ഈ തെരഞ്ഞെടുപ്പിന് 3 ദിവസം ബാക്കിയുള്ളപ്പോൾ പത്രപരസ്യം നൽകിയിരിക്കുന്നു, ഈ ബജറ്റ് ഡൽഹിക്കുള്ള സമ്മാനമാണ്. അപ്പോൾ കമ്മീഷന്റെ ഉത്തരവിനെ ലംഘിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് BJP? അതെങ്ങനെയാണ് BJPക്ക് സാധിക്കുന്നത്? അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണ BJPക്ക് ഉണ്ട് എന്ന് ബാക്കിയുള്ളവർ ആരോപിച്ചാൽ അതിന് മറുപടിയുണ്ടോ? സ്മൃതി ഏറ്റുപിടിക്കുന്ന ഈ വാദമൊക്കെ ഉണ്ടല്ലോ, ഇത് കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഡൽഹിയിൽ ഉന്നയിക്കുന്നതിൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥിതി എന്താ ഇപ്പോൾ ഡൽഹിയിൽ? അവരെന്തിൻ്റെ പേരിലാണോ പ്രസ്ഥാനം തന്നെ രൂപം കൊണ്ടത്? അഴിമതിക്കെതിരെ വലിയ പ്രസ്താവനയുമായി വലിയ മുന്നേറ്റമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്ന് രാജ്യത്തെ ഏറ്റവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി എൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? കോൺഗ്രസ് ഉണ്ടോ അവിടെ? കോൺഗ്രസ് ഇന്ന് പിക്ചറിലേ ഇല്ല അവിടെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്താണോ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്, എന്താണോ ഹരിയാനയിൽ സംഭവിച്ചത്, സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താണോ സംഭവിച്ചത്, അത് തന്നെ ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണിത്. അതിനുവേണ്ടി ഉന്നയിക്കുന്ന വാദങ്ങളാണിത്. അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത് വലിയൊരു ആരോപണമായിട്ട് ഉന്നയിക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ പത്രപരസ്യം കൊടുത്തതിനെ പറ്റി പത്രപരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയെന്നും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ഡൽഹിയിൽ കൊടുത്ത പത്രപരസ്യത്തിന്റെ പേരിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിനെ അസ്ഥിരപ്പെടുത്താനുള്ള നിയമവ്യവസ്ഥയുണ്ടെന്ന് ഈ രാജ്യത്ത്. ആ പത്രപരസ്യം കൊടുക്കാനുള്ള കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും ഒരുക്കി തരുന്നു എന്നതാണ് ആരോപണം. എല്ലാ സാഹചര്യവും നിങ്ങൾക്ക് ഒരുക്കി തരികയാണ്, നിങ്ങൾക്ക് ആ ആത്മവിശ്വാസമാണുള്ളത്.
അതുകൊണ്ടാണ് ബാക്കിയുള്ളവരാരും ചിത്രത്തിലില്ല എന്ന് പറയുന്നത്. അല്ല, ഇത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പും ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ ആരോപണം ഉണ്ടായില്ലല്ലോ. മഹാരാഷ്ട്രയിൽ അസ്വാഭാവികമായി വോട്ടർമാരെ കൂടുതൽ ചേർത്തില്ലേ? ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ചേർത്തില്ലേ? കൂടുതൽ വോട്ടർമാരെ ചേർത്തില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലല്ല, സ്മൃതി അവർക്ക് വേണ്ടി ഉന്നയിച്ച ഒരു ആരോപണത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആരോപണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടായില്ല. ഈ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ആരോപണം ഉണ്ടായില്ല. കാരണം അവിടെയൊക്കെ അവർ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ശരി, ഇവിടെ ഡൽഹിയിൽ അവർക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വളരെ കൃത്യമായി വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ ആരോപണങ്ങൾ കോൺഗ്രസ് മാത്രമല്ല ആം ആദ്മി പാർട്ടിയോട് പറയുകയാണ്. ഈ ആരോപണങ്ങൾ പറയുന്നു. ഇന്നിപ്പോ പാർലമെന്റിൽ പോലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, ഒറ്റ കാര്യം കൂടെ. ശരി. അല്ലല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന ചില തെളിവുകൾ ബോധ്യപ്പെടുത്തണ്ടേ? ഇന്നിപ്പോൾ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നിരവധി വിഷയങ്ങൾ അവതരിപ്പിച്ചു. സ്പീക്കർ പറഞ്ഞു, പ്രതിപക്ഷ നേതാവെ താങ്കൾ ഇതിന് അടിസ്ഥാനപരമായ തെളിവുകൾ കൊടുക്കൂ, തെളിവുകൾ പറഞ്ഞതിന് ശേഷം ആ തെളിവുകൾ മേശപ്പുറത്ത് വെക്ക്. ശരി, ഏതെങ്കിലും തെളിവുകൾ, ഇവരുടെ ആരോപണത്തിന് അടിസ്ഥാനമായി എന്തെങ്കിലും തെളിവുകൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഒരുപാട് വിഷയങ്ങളിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാം. ശ്രീ റഹീം, ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം, ഈ പ്രചാരണത്തിൻ്റെ അവസാന ദിവസം പറയുന്നത്, ഈ വൈകുന്നേരം പറയുന്നത് 10% വോട്ടിലെങ്കിലും വോട്ടിംഗ് മെഷീനിലൂടെ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട്, തനിക്കത്തരം സൂചനകൾ ലഭിച്ചു എന്നാണ്. പാർലമെൻറ്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ കൂടുതലായി കൂട്ടിച്ചേർത്തതിനെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടിയില്ലായ്മയെക്കുറിച്ചാണ്. ഇവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്ക് ഒരുപാട് പരാതികളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ പരാതികൾ കണ്ടില്ലെന്ന് അടിക്കുകയും അപ്പുറത്ത് BJPയുടെ പരാതികളിൽ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം സാഹചര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയില്ലേ? എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പരാജയ ഭീതിയുണ്ട്. ആ പരാജയ ഭീതിയുടെ അടിസ്ഥാനത്തിലാണ് BJP ഈ ബഡ്ജറ്റിനെയും ഈ പാർലമെന്റ് സെഷനെയും ആകെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വിസിബിളാണ്. അത് ജനാധിപത്യത്തോട് കാട്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു പ്രവണതയുമാണ്. കാരണം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു സ്റ്റേറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ വളരെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ രാജ്യത്ത് ഉറപ്പുവരുത്തേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിനുമുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിനുമുണ്ട്. പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാളെ വൈകുന്നേരം പ്രധാനമന്ത്രി ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മേലുള്ള മറുപടി പ്രസംഗം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ലോക്സഭയിലെ സ്കെഡ്യൂൾ എനിക്ക് പൂർണ്ണമായി അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം അദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്പീച്ച് തന്നെയായിരിക്കും. ഇന്ന് രാജ്യസഭയിൽ BJPയുടെ നേതാക്കളെല്ലാം പ്രസംഗിച്ചത് അവരുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മേലുള്ള ചർച്ച ആരംഭിച്ചുകൊണ്ട് തന്നെ നടത്തിയ എല്ലാ പ്രസംഗങ്ങളും പൂർണ്ണമായും ഒരു തിരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു, തിരഞ്ഞെടുപ്പ് പ്രസംഗമായിരുന്നു. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പോലെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യത്തിൽ ശരിയല്ല. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതോടൊപ്പം ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കും ആം ആദ്മി പാർട്ടിയിലെ സഞ്ജയ് സിംഗിനുമെല്ലാം ഡൽഹിയിലെ തെരുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് വേദികെട്ടി പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. അതാകാം. അതിനപ്പുറത്ത് പാർലമെന്റിനകത്ത് ഇത്തരം അധികാരങ്ങളെ ദുരുപയോഗം കൊണ്ട് ചെയ്തുകൊണ്ട് നടത്തുന്നത് പരാജയ ഭീതിയിലാണ്. അത് ദുരുപയോഗമാണ്. അത് ജനാധിപത്യത്തിൽ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷന് ചേരുന്നതല്ല. പ്രത്യേകിച്ചും ബഡ്ജറ്റിലേക്ക് നോക്കൂ. ബഡ്ജറ്റിൽ പൂർണ്ണമായും എല്ലാ പ്രചരണവും ഒതുങ്ങി നിൽക്കുന്നത് 12 ലക്ഷം രൂപയുടെ ഇളവിനെ കുറിച്ചാണ്. 12 ലക്ഷം രൂപ ആദായ നികുതിയുടെ പരിധി കുറച്ചതിനെ കുറിച്ചാണ്. ആദായ നികുതി പരിധി ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്മൃതി മനസ്സിലാക്കേണ്ടത് രാജ്യത്താകെ
ആകെയുള്ളത് 3.5 ലക്ഷം പേരാണ് ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളത്. 3.5 ലക്ഷം പേര്, 3.5 കോടി പേര്. ആ 3.5 കോടി പേരിൽ ഒരു ചെറുന്യൂനപക്ഷം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പ്രതിമാസം 1 ലക്ഷം രൂപ വാങ്ങുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് 1,50,000 രൂപയാണ് അയാളുടെ പ്രതിമാസ ഭാഗത്ത് വരില്ല. മൊത്തം ജനതയുടെ 10% പേർ പോലും അടയ്ക്കുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള തന്നെ തർക്കമുണ്ട്. അതെ 7.2 കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു. പക്ഷെ അതിനെ സംബന്ധിച്ച് തന്നെ എനിക്ക് തർക്കമുണ്ട്. ഏതായാൽ തന്നെയും ഇന്ത്യൻ ജനസംഖ്യയുടെ ഒരു ചെറുന്യൂനപക്ഷമാണ് ഈ ടാക്സ് പേയേഴ്സ്. അതിലെ തന്നെ ഒരു ചെറുന്യൂനപക്ഷത്തിന് മാത്രമാണ് ഇതിന്റെ ഉപയോഗം കിട്ടുക. ഉദാഹരണത്തിന് ഒരാള് 1,05,000 രൂപ ഒരാൾക്ക് ഒരു മാസം ശമ്പളം ഉണ്ടെങ്കിൽ അയാൾ ഇതിന്റെ പരിധി, ഈ ഇളവിന്റെ പരിധി അയാൾ കിട്ടില്ല. 1 ലക്ഷം രൂപ വരെ ശമ്പളം മാത്രം കിട്ടുന്നതാണ്. അപ്പൊ ടാക്സ് പേയേഴ്സ് ഒരു ചെറുന്യൂനപക്ഷത്തിന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യത്തെ ഒരു വലിയ കാര്യമായി ഹംഗാമയായി കൊണ്ടുനടക്കുകയാണ്. അതൊരു വലിയ ആഘോഷമാക്കി രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ബിജെപിയുടെ പ്രതിനിധി എത്ര നിസ്സാരമായാണ് കാര്യങ്ങളെ കണ്ടത്. ബഡ്ജറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റാണെന്ന് പറഞ്ഞ് പത്രപരസ്യം കൊടുക്കുക. എന്നിട്ട് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കേസ് പിന്നെ നടത്താറ്. തെരഞ്ഞെടുപ്പ് കേസിനെല്ലാം അതിൻ്റെതായ നാൾവഴികളുണ്ട്. എത്രയോ സമയമെടുക്കും, എത്രയോ നിയമത്തിന്റെ നൂലാമാലകളും വഴികളും കടന്നു പോകും. അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ എന്നാണ്. അത് എന്റെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതൊരു തരം തിണ്ണമെടുക്കാണ്. എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിനക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പൊയ്ക്കോ അവിടെ പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു തരം തിണ്ണമെടുക്കാണ്. അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. എനിക്ക് ബിജെപിയോട് പറയാനുള്ളത്, ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ജനങ്ങളെയും ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനം വളരെ ശക്തമായി ഇതിനോടെല്ലാം പ്രതികരിക്കും. ഡൽഹിയിലെ ജനങ്ങളും അതിശക്തമായി തന്നെ ഇക്കാര്യങ്ങളോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, ഡൽഹിയിൽ മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപി ചെയ്യാറുണ്ട്. ചിലയിടത്തെല്ലാം ബിജെപി ജയിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാം ബിജെപിയുടെ പിന്നിൽ വന്ന് അണിനിരന്നിരിക്കുന്നു എന്നല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി നമ്മൾ കാണണം. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിനകത്തിടുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ്. ഇന്ന് പാർലമെന്റിനുള്ളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഡെറക് ഒബ്രയൻ രാജ്യസഭയിൽ നടത്തിയ സ്പീച്ചിൽ അദ്ദേഹം വളരെ കൗതുകരമായ ഒരു കണക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ദേശീയ അന്വേഷണ ഏജൻസികൾ CBI രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഒരു ഡേറ്റയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. 95% രാഷ്ട്രീയ നേതാക്കളും എതിർ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മീൻസ് ട്രഷറി ബെഞ്ചിന്റെ ഇപ്പുറത്തിരിക്കുന്നവരാണ്. BJP ഇതര NDA ഇതര രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണ്. ഇനി കേസിൽപ്പെട്ട് ഏതെങ്കിലും ഒരാൾ CBI കേസിലോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയോ സർവൈലൻസിൽ വരുന്ന കേസിന്റെ അടിയിൽ വരുന്ന ഒരാൾക്ക് അപ്പുറത്തേക്ക് പോയാൽ, കൃത്യമായി BJPയിലേക്ക് പോയാൽ ഈ കേസിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുകയും ചെയ്യും. ഇത് രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ നെഗറ്റീവായി ഉപയോഗിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാള് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്, അദ്ദേഹം രാജിവെക്കുകയും ജനങ്ങളുടെ വിധിക്കായി ഞാൻ വരുന്നു എന്ന് പറയുകയും ചെയ്തതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിസ്സാരമായ തെളിവുകൾ പോലുമില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ ജയിലിൽ പിടിച്ചടയ്ക്കുക, എന്നിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തയ്യാറാവുക, ആ തിരഞ്ഞെടുപ്പിനെ പിന്നെയും അട്ടിമറിക്കുന്നതിനും ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുന്നതിനും വേണ്ടി വളരെ മോശമായ വഴികൾ സ്വീകരിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, BJP എന്തിനാണ് ഡൽഹിയിൽ മത്സരിക്കുന്നത്? കാരണം BJP തന്നെ ഡൽഹി ഗവൺമെന്റിന്റെ, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ എല്ലാ അധികാരങ്ങളും ഗവർണറെടുത്തുകൊണ്ടുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവന്നവരാണ്, അമെന്റ്മെന്റ് കൊണ്ടുവന്നവരാണ്. അന്ന് പാർലമെന്റിനുള്ളിൽ അതിശക്തമായി പ്രതിഷേധിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ആം ആദ്മി പാർട്ടിക്കൊപ്പം ഇന്ത്യ ബ്ലോക്ക് അലയൻസിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്നു. അന്ന് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ പല്ലും നഖവും പൊഴിച്ചു കഴിഞ്ഞ, ചിറകുകൾ അരിഞ്ഞു കഴിഞ്ഞ, അധികാരങ്ങൾ കവർന്നെടുക്കപ്പെട്ട് കഴിഞ്ഞ ഡൽഹിയിൽ ജനങ്ങൾ ഇതുപോലെ പോളിംഗ് ബൂത്തിൽ പോയി നിന്ന് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റിന്റെ, ഇനിയും വരാനുള്ള ഗവൺമെന്റുകളുടെ ജനങ്ങളുടെ അധികാരം പൂർണ്ണമായും കവർന്നെടുത്ത് കളഞ്ഞ് ഒരു ഒരു പാവയെ പോലെ വെച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറയുമ്പോൾ ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ പാവയായി ഭരിക്കാൻ എന്നൊരു ചോദ്യം കൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട്.
ഞാൻ തിരിച്ചെത്താം. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ റഹീമിനോട് ചോദിക്കാൻ അല്ല, പാവയായല്ല. അതാ ഒരു കാര്യം പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തോടുള്ള ബി ജെ പിയുടെ വളരെ നെഗറ്റീവായ ഇടപെടലുകളാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഇടപെടൽ അത് തുടരുകയും ചെയ്യുമല്ലോ. കേന്ദ്രത്തിൽ അത് തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ലല്ലോ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ബി ജെ പി പ്രതിനിധി ഷാജി രാഘവൻ പറഞ്ഞത് കേട്ടല്ലോ. അതായത് കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഈ ആരോപണമില്ല, മറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളും ബി ജെ പി ജയിക്കുമ്പോൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അത് ആവർത്തിക്കുന്നു. ഇതിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നേ തന്നെ ആവർത്തിക്കുകയാണ്. സ്മൃതി, ഇതൊരു ഇരട്ടത്താപ്പായിട്ട് തോന്നാം. കോൺഗ്രസ് ഇതിനിടയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചു വന്നു, അപ്പോൾ കോൺഗ്രസിന് പരാതിയില്ല. തെലങ്കാനയിൽ വിജയിച്ചു വന്നു, പരാതിയില്ല. ജാർഖണ്ഡ് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ അലയായ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനം വിജയിച്ചു വന്നു, അവിടെയും പരാതിയില്ല. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു, പരാതിയില്ല. അങ്ങനെ പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിജയിച്ചു വരുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വളരെ നിഷ്പക്ഷമാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു വരുമ്പോൾ അതിൽ അപാകത കാണുന്നു എന്നത് പ്രഥമ ദൃഷ്ട്യാ തീർച്ചയായും ഒരു വിരോധാഭാസമായി തോന്നാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് തെളിവുകൾ ഹാജരാക്കാനുണ്ടോ എന്ന ശ്രീ രാഘവൻ്റെ ചോദ്യം അത് വളരെ പ്രസക്തമാണ്. കാരണം ഇവിടെ ആകപ്പാടെ കോൺഗ്രസ് പാർട്ടി ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യവും ശ്രീ കേജ്രിവാൾ മുൻകൂട്ടി തന്നെ എറിഞ്ഞു വെച്ച 10% കണക്കുമെല്ലാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദപ്പെടുത്താനുള്ള തന്ത്രങ്ങളായി വേണമെങ്കിൽ കാണാം. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 70 ലക്ഷം വോട്ടർമാരെ ചേർത്ത മഹാരാഷ്ട്രയിൽ കേവലം 5 മാസം കൊണ്ട് എങ്ങനെയാണ് 70 ലക്ഷം പേരെ ചേർക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ന്യായമായ ചോദ്യമായി തോന്നാം. പക്ഷേ അത് ജനാധിപത്യ പ്രക്രിയ അനുവദിക്കുന്ന രീതിയിലാണ്. ആരാണ് വോട്ടർമാരെ ചേർക്കുന്നത്? വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ചേർക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികൾ ജാഗരൂകരായി പ്രവർത്തിക്കണം. താഴെ തട്ടിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതിന് ഗ്രാസ് റൂട്ട് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ RSSൻ്റെ അണികൾ ഉൾപ്പെടെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉണ്ടായിരുന്നു. അത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമാണ് വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നത്. അത് ഹരിയാനയിലും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാമാന്യം തരക്കേടില്ലാത്തൊരു വിജയം നേടാൻ കഴിഞ്ഞത്. കാരണം എല്ലായിടത്തും ആ രൂപത്തിൽ വോട്ടർമാരുടെ എണ്ണം വോട്ടർ പട്ടികയിലേക്ക് കൂടുതൽ പേരെ ചേർത്തുകൊണ്ട് ഒരു തന്ത്രം ഇപ്പോൾ പൊതുവായ ആ ഒരു സമീപനമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലും ആ ആരോപണം ഉയർന്നിരുന്നതാണ്. ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 66.05% അന്ന് പോളിംഗ്. 6,40,80,195 വോട്ടുകൾ പോൾ ചെയ്തു. പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ 6,46,26,420 വോട്ടുകൾ ആകെ പോൾ ചെയ്തു. എന്നാൽ എണ്ണിയ വോട്ടുകളിൽ 33,192 വോട്ടുകൾ കുറവായിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. ഇതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല, അന്ന് വലിയ രീതിയിൽ ആരോപണം ഉയരുക മാത്രമല്ല, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഓരോ പോളിംഗ് സ്റ്റേഷന്റെ കണക്കുകളിൽ 48 മണിക്കൂറിനകം കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടില്ല, കോടതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. മോഹൻ വർഗീസ്, അവിടെയാണ് സ്മൃതി. ഇവിടെ നമുക്ക് കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ മഹാരാഷ്ട്രയിലേക്ക് വരൂ. മഹാവികാസ് അഘാഡി. ആ മഹാവികാസ് അഘാഡിയിലെ 2 പാർട്ടികൾ, കോൺഗ്രസ് ഇതര 2 പാർട്ടികൾ, ശരത് പവാറിൻ്റെ NCPയും അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അവർ ഈ പരാതിയിൽ നിന്നും മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ മാത്രം ഫൈറ്റാണോ മഹാരാഷ്ട്രയിൽ? ഹരിയാനയിൽ ഇത് കോൺഗ്രസിൻ്റെ മാത്രം ഫൈറ്റാണ്. അപ്പോൾ മറ്റു പാർട്ടികൾക്ക് പരാതി ഇല്ലേ എന്ന ഒരു ന്യായമായ ചോദ്യം അവിടെ ഉണ്ടാകാം. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ഇതിനോടൊരു നിസ്സംഗമായ നിലപാടെടുക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നത് ഇലക്ഷന് വേണ്ടി മാത്രം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ്. ആ മുന്നണിയിലെ കക്ഷികൾ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്ന ഒരു പരിഭവം കോൺഗ്രസിനുണ്ട്. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി പരിഭവങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം കോൺഗ്രസ് ഇല്ല. ഈ കേജ്രിവാളിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും കൂടെ നിന്നു. അത് അന്നത്തെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഒരു വ്യക്തമായ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട്. കാരണം ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ പിടിച്ചിടുന്നു എന്നൊരു വശത്ത് രാഹുൽ പ്രസംഗിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഡൽഹിയിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ്? മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉന്നയിക്കുന്നത് കേജ്രിവാളിനെതിരെ.
ഇവിടും ഒരു വിരോധാഭാസമുണ്ട്. കോൺഗ്രസ് പാർട്ടിയാണ് മദ്യനയ അഴിമതി കേസ് ആദ്യമായി, BJP അല്ല എന്ന് ഓർക്കണം, ആദ്യമായി കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവാണ്, പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് ആരോപണം അജയ് മാക്കനാണ് ആദ്യമായി ആരോപണം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് BJP അത് ഏറ്റെടുക്കുന്നതും കോടതിയിൽ നിന്നും ഉത്തരവ് ലഭിക്കുന്നതും എല്ലാം അതിനുശേഷമാണ് കേജ്രിവാൾ അകത്താകുന്നത്. എന്നിട്ട് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് കേജ്രിവാളിന് കോൺഗ്രസ് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് വരുന്നതിന് മുൻപന്തിയിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു. ജയിൽ മോചിതനായി എത്തുന്ന കേജ്രിവാളിനെ സ്വീകരിക്കാനും വേദി പങ്കിടാനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാം മാറി. ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാറി. അതിനു മുൻപ് ഹരിയാന തെരഞ്ഞെടുപ്പ് സംഭവിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ആം ആദ്മി കല്ലുകടി പ്രകടമായി. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ആർജവം ഉണ്ടാകണമെങ്കിൽ അതിന് ഘടകകക്ഷികളുടെ കൂടി ഇന്ത്യ മുന്നണിയുടെ കൂടി പിൻബലമില്ല എങ്കിൽ പാളയത്തിൽ തന്നെ പടയാണ് എന്നൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ കോൺഗ്രസ് ഉയർത്തുന്ന ചില കാര്യങ്ങളിൽ സ്മൃതി കഴമ്പുണ്ട് താനും. കാരണം അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായ, ഭരണപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന ആരോപണത്തിന് കഴമ്പുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നതിനെക്കുറിച്ച് നാളിതുവരെ വ്യക്തമായ ഒരു സൂചനയും ഈ ആരോപണത്തിന് ഉപരിയായി കൊടുക്കാൻ പറ്റിയിട്ടില്ല. വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം വ്യക്തത വരുത്തുന്നു, എത്രത്തോളം നിഷ്പക്ഷമായി നിലപാടെടുക്കുന്നു എന്നുള്ളത് ഡൽഹിയിലെ സാഹചര്യം സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആം ആദ്മി പാർട്ടി പ്രതിനിധിയിലേക്ക് വരാം. അരുൺ, ഇപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എന്ത് റോളാണ് അവിടെ എടുക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് കോൺഗ്രസ് ആണോ? അവിടെ സ്പോയിലറായി മാറുന്നത്? സ്പോയിലറായി മാറാൻ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള രീതിയാണ്. കോൺഗ്രസ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി BJPയുടെ കൂടെ നിൽക്കുന്നു. ഇപ്പൊ തന്നെ ചണ്ഡീഗഡ് മേയർ ഇലക്ഷനിൽ കോൺഗ്രസ് അവരുടെ വോട്ടുകൾ മറിച്ച് BJPക്ക് കൊടുത്ത് BJP മേയറാക്കിയത് നമ്മൾ കണ്ടതാണ്. അവർക്കൊരു കൃത്യമായ അജണ്ടയില്ല. അവര് ഇന്ത്യയിൽ ഇല്ലാതാകപ്പെടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. സത്യത്തിൽ എല്ലാവരും കോൺഗ്രസിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ തട്ടുന്ന തത്വമാണ്. BJP പറയുന്നു, BJP കോൺഗ്രസിനെതിരെ പറയുന്നു, മറ്റുള്ളവരെല്ലാം കോൺഗ്രസിനെതിരെ പറയുന്നു, കോൺഗ്രസ് രണ്ടുപേർക്കെതിരെ പറയുന്നു, ഒരാളുടെ കൂടെ നിൽക്കുന്നു. കൃത്യമായ ഒരു അജണ്ട കോൺഗ്രസിനില്ല. എന്ത് ചെയ്യണമെന്ന വ്യക്തമായ ബോധം കോൺഗ്രസിന് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഡൽഹിയിൽ കോൺഗ്രസിന് കാണാനേ ഇല്ല. ഡൽഹി ഇലക്ഷൻ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിന് സംവിധാനം ഇപ്പോ ഇല്ല എന്നാണോ? ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും ഡൽഹി ഇലക്ഷനിൽ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ അവിശേഷിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ ആരും ഞങ്ങളവിടെ ക്യാമ്പയിൻ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല കോൺഗ്രസിന് ഇതുവരെ. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഒരു കാര്യം കൂടെ പറയാൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ പറയാൻ ഇലക്ഷൻ, നേരത്തെ രാഘവൻ സാർ പറഞ്ഞതുപോലെ, ഷാജി രാഘവൻ സാർ പറഞ്ഞതുപോലെ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് നൽകണം എന്ന് പറയുന്നു. കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ തെളിവ് സഹിതം അരവിന്ദ് കെജ്രിവാളും അതിഷി മാഡവും മനീഷ് സിസോദിയും പോയി കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നിൽ എല്ലാ തെളിവുകളും വെച്ചതാണ്. വോട്ടർ പട്ടികയിൽ പേരുകൾ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കൃത്യമായ തെളിവ് വെച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു ആക്ഷൻ പോലും ആം ആദ്മി പാർട്ടി നൽകിയ തെളിവിനെതിരെ എടുത്തിട്ടില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും BJPയുടെ കയ്യിലെ കളിപ്പാവകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CBI, ED മുഴുവൻ. ഇവരെല്ലാം ഉപയോഗിച്ച് BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എത്രത്തോളം ശരിയാണ്? ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് BJPക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു. അതേസമയം മാറി മാറി നിൽക്കുമ്പോൾ അത് തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും സ്മൃതി, അതിനു മുമ്പ് ഇവിടെ BJPയുടെ പ്രതി കോടതി പോയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന സംഗതിയിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞത്. നിങ്ങളെന്താ ചെയ്തത്? പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. ഇപ്പം നരേന്ദ്രമോദി അമിത്ഷായും കൂടി ഇരുന്നിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കോടതി പറയുന്നത് ബാധകമല്ലായിരുന്നോ? ഒരു വാക്ക് സത്യത്തിന് നിരക്കാത്ത ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ മണ്ണിൽ ചൈനീസ് ആർമി ചവിട്ടി നിൽക്കുന്നുണ്ടോ? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ കഴിഞ്ഞ ജനുവരി 15 ആർമി ഡേയുടെ അന്ന് പറഞ്ഞത് ദെയർ ഈസ് എ സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ചൈനീസ് ആർമി. 2020 സ്റ്റാറ്റസ് കോയിലേക്ക് മടങ്ങി പോകാൻ ഇന്ത്യൻ ആർമി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 സ്റ്റാറ്റസ് കോയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന ഈ നിമിഷം ഇന്ത്യൻ മണ്ണിൽ ചൈനീസ് ആർമി ചവിട്ടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ആർമി ചീഫാണ്. ഇനി ആം ആദ്മി പാർട്ടി പറഞ്ഞ ഇന്ത്യ മുന്നണി നമുക്കറിയാമല്ലോ സ്മൃതി, ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നണിയാണത്. അതിലെ ഘടക കക്ഷികൾ പലയിടങ്ങളിലും സംസ്ഥാനങ്ങളിൽ മുഖാമുഖം നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആം ആദ്മിയുടെ പ്രതി പറഞ്ഞല്ലോ, ഡൽഹിയിൽ കോൺഗ്രസിനൊരു കാര്യമില്ല, കോൺഗ്രസ് സ്പോയിലറാണ്. ഹരിയാനയിൽ ആരായിരുന്നു സ്പോയിലർ?
ഗുജറാത്തിൽ ആരായിരുന്നു സ്പോയിലറിൽ? അവിടെയൊക്കെ ആം ആദ്മിക്ക് എന്ത് കാര്യം ഉണ്ടായിരുന്നു കിട്ടാവുന്ന സ്ഥാനാർത്ഥികളൊക്കെ പിടിച്ച് മത്സരിപ്പിക്കേണ്ട ആവശ്യം? അപ്പോൾ നമ്മൾ കോൺഗ്രസിനോട് വേണമെന്ന് പറയുന്ന മര്യാദ നമ്മൾ കൂടി കാണിക്കണം. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ബാറ്റിൽ ഫീൽഡാണ്. റഹീം, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ വിവിധ കക്ഷികൾ ഇപ്പോൾ ക്ഷമിക്കണം, ഇന്ത്യ മുന്നണിയിൽ വിവിധ കക്ഷികൾ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടിയൊക്കെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ജയിക്കട്ടെ എന്നാണ് ഡൽഹിയിൽ എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസും വരേണ്ടതാണ്. BJP ആണ് മുഖ്യ ശത്രു എങ്കിൽ എന്നൊരു അഭിപ്രായം ഒരു വശത്തുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോൺഗ്രസിന് അവരുടെ നിലനിൽപ്പിന് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചേ തീരൂ എന്നൊരു നിലപാടും പറയുന്നു. ഇതിൽ CPM എടുക്കുന്ന നിലപാട് എന്താണ്? അല്ല, ഇതിനകത്ത് കോൺഗ്രസ് എടുക്കുന്ന ഈ രാഷ്ട്രീയ സമീപനത്തിനോട് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അത് ഇന്ത്യയുടെ ഭാവിക്ക് ഗുണകരവുമല്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ നിരീക്ഷകനായി ഈ പാനലുണ്ടായിരുന്നയാൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഈ മദ്യനയ കേസ് കൊണ്ടുവന്നതാരാണ്? അത് കോൺഗ്രസ്സാണ് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ മനീഷ് സിസോദിയെ ജയിലിലിട്ടു. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ഡൽഹിയിലെ ചുമരുകളിലെല്ലാം മനീഷ് സിസോദിയെ ജയിലിനകത്തിട്ട പടം, അതായത് അഴിക്കുള്ളിൽ മനീഷ് സിസോദിയ കിടക്കുന്ന ചിത്രം വെച്ചിട്ട് വ്യാപകമായി കോൺഗ്രസ് ഇവിടെ പോസ്റ്റർ പ്രചരണം നടത്തി, ആഘോഷിച്ചു. കോൺഗ്രസ് ആലോചിക്കണ്ടേ? നാഷണൽ ഹെറാൾഡ് കേസായാലും കോൺഗ്രസിനെതിരെ പോലും BJP ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന കാര്യം ഒരു ദിവസം ഓർക്കാനുള്ള രാഷ്ട്രീയ വിവേകം കാണിക്കണ്ടേ? അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയി, ജയിലിനകത്തായി, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ നിലപാട് മാറി. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ഇനി ഇവിടെ നേരത്തെ ശ്രീ ഷിബു മീരാൻ പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പോയിട്ട് നമ്മൾ മത്സരിക്കേണ്ടി വരും, മുഖാമുഖം ഒരു ഇന്ത്യ ബ്ലോക്കിനുള്ളവർ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഇന്ത്യയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഡൽഹിയിൽ പോയിട്ട് നടത്തിയ പ്രസംഗം എന്താണ്? മോദിയും അരവിന്ദ് കെജ്രിവാളും ഒരുപോലെയാണ്. അതങ്ങനെയാണോ? അത് കോൺഗ്രസ് അങ്ങനെയാണോ കാണുന്നത്? ഇതേ സമീപനം കോൺഗ്രസ് കേരളത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരാളല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് അങ്ങനെ ആ സ്പിരിറ്റിലെടുക്കാം. പക്ഷേ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഡൽഹിയിൽ പോയിട്ട് പ്രസംഗിക്കുകയാണ്, അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദി ഒരുപോലെയാണെന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ശരിയാണ്. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളുള്ള നിസ്സാരക്കാരനെന്നല്ലേ? അരവിന്ദ് കെജ്രിവാൾ എവിടെ നിൽക്കുന്നു? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു? അരവിന്ദ് കെജ്രിവാൾ എന്ത് അപകടമാണ്, നരേന്ദ്രമോദി എന്ത് അപകടമാണ്? അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അത്ര അപകടമേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് എന്ന് ലീഡർ ഓഫ് ഒപ്പോസിഷൻ പോയി പ്രസംഗിക്കരുത്. അത് എത്ര നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് രാഷ്ട്രീയം തീരെ ഇല്ലാത്തൊരു നിലപാടാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ് മറുപടി അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഇവരുടെ രാഷ്ട്രീയ എതിരാളിയായ KM ഷാജിക്കെതിരെയുള്ള കേസ് ഇവർക്ക് അന്വേഷിച്ചാൽ പോരെ? എന്നിട്ട് ശിക്ഷിച്ചാൽ പോരെ? എന്തിനാ ED എടുത്തു കൊടുത്തത്? അപ്പോൾ ആ പണി ഇവരും എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കോൺഗ്രസിന് ഭാഗത്ത് പറയുന്ന തിയറി എല്ലാവർക്കും ബാധകമുണ്ട്. ED വിളിച്ചു കൊടുത്ത് അന്വേഷിപ്പിച്ചാരാ? നിങ്ങളല്ലേ? ഒരു കാര്യം, ജോലി നിങ്ങളും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു തിയറി എല്ലാവർക്കും ബാധകമാണല്ലോ. പാനലിൽ വിളിച്ചതിന് എല്ലാവർക്കും ബാധകമുണ്ട്. ഷാജിയുടെ കേസിൽ ED പറ്റുമോ? അരവിന്ദ് കെജ്രിവാളിനെ ഈ KM ഷാജി ഞാൻ പറയുന്നത് BJP രാഷ്ട്രീയത്തെക്കുറിച്ചാണ് റഹീം ചൂണ്ടിക്കാണിച്ചത്. BJPയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചത്. BJPയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചാണ് ചൂണ്ടിക്കാണിച്ചത്. ഷാജി രാഘവൻ വേഗം പറഞ്ഞോളൂ. ശ്രീ ഷാജി രാഘവൻ പറഞ്ഞോളൂ. എന്റെ അവസരം എന്റെ അവസരം ഞാൻ സംസാരിച്ചോട്ടെ. എന്റെ ഊഴം, എന്റെ ആ ഊഴം. ഷിബു മീരാൻ, റഹീം, എന്റെയാണ് ഊഴം. പ്ലീസ്, എന്റെ അല്ലേ ഊഴം? പ്ലീസ്. ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ സ്മൃതി? എന്താണത്? ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പതനത്തിന്റെ തുടക്കമാണിത്. അതാണ് യാഥാർത്ഥ്യം. വളരെ കൗതുകകരമായ ഒരു ചോദ്യം സ്മൃതി ചോദിച്ചു റഹീമിനോട്. നിങ്ങളുടെ നിലപാടെന്താണെന്ന് ചോദിച്ചു അവിടെ ഡൽഹിയിൽ. അവരാർക്കാ വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു നിലവാരത്തിൽ ഇവരാർക്കാ വോട്ട് ചെയ്യുന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല. അവിടെ മോഹൻ ബഗീർ സാർ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. എന്താണത്? വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നതിനെ പറ്റിയിട്ട് വലിയ ആരോപണം വരിക.
സ്മൃതി, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷമല്ല. ശരി, ഞങ്ങൾ പറയാറുള്ളത് അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ടേബിളിൽ നിന്നാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത്. ഏതൊക്കെ ബൂത്തിൽ എത്ര വോട്ട് ചേർന്നാൽ ആ ബൂത്ത് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ പ്രവർത്തന രീതിയുണ്ട്. ശരി ശരി ഈ നമുക്ക് മെമ്പർമാരെ സമയം പൂർണ്ണമായി ചേർത്തതൊക്കെ അവസാനിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം രാജ്യത്തുള്ള വിളിക്കാം ഒരു ശ്രീ ഷാജി രാഘവൻ. മാർഗ്ഗമുണ്ട്. അല്ലാതെ വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, എ റഹീം, ഷാജി രാഘവൻ, അരുൺ AR, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തത്.